പരസ്പര ബഹുമാനമുള്ളിടത്ത് നിൽക്കുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കസേര ഉണ്ടെങ്കിൽ ഇരിക്കും. ഇരിക്കും. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ അടുത്ത് ഞാൻ ഒരിക്കൽ കയറി പോകുമ്പോഴത്തേക്ക് ഞാൻ കയറി ഇരുന്ന് ഞാൻ കസേരയിൽ. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളോട് ആരിയ്ക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ സാറിൻ്റെ വീട്ടിലെ കസേരയിലല്ല വന്നിരുന്നത്. സർക്കാർ ചെലവിൽ വരുന്നവർക്ക് ഇരിക്കാൻ മുമ്പിൽ കിടക്കുന്ന 2 കസേര, അതിലൊന്ന് എൻ്റേതാണ്. അതിലിരിക്കാൻ ഉറപ്പായിട്ടും എനിക്ക് പറ്റും. എനിക്ക് അതിനുള്ള ധൈര്യവും എനിക്കുണ്ട്. കാണാം സാറേ. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തു. ഇതിൻ്റെ വേറൊരു വശം കൂടെ ഉണ്ട്. എൻ്റെ അടുത്തൊരു പരാതിയായിട്ട് വരുന്ന ഒരാളിനോട് ഞാൻ ആദ്യം പറഞ്ഞത് അയാളത് ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ പരാതി ഞാൻ കേൾക്കണമെന്ന് നിങ്ങൾ ആദ്യം ഇരിക്കണം. പലരും ഇരിക്കാനൊന്നും മടിക്കും. ഹാഫ് ഡോറൊക്കെ തുറന്നു വരുമ്പോൾ നമ്മളെന്തോ വലിയ മഹാനെന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. 5 മണി കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞാൽ ഞാനൊരു കൂറലും കൊടുത്തിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ പത്രാസിന് നിൽക്കുന്നത്. ഷർട്ടകത്തിട്ട് ബെൽറ്റേ കെട്ടി ഷൂ കെട്ടി ദിവസം പോളിഷ് ചെയ്ത് പേനയെ കുത്തി. അപ്പോൾ അവിടെ എന്തും ഒരു മഹത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആദ്യം ഇരിക്കുക, എന്നിട്ട് പരാതി പറയും. അപ്പം ഏറ്റവും കൂടുതൽ ഒരാളെ ഞാൻ നിർബന്ധിച്ചിരുത്തേണ്ടി വന്നു. അയാളൊരു ഫയൽ ഒപ്പിടണം, ഒരു പ്ലംബറാണ്. ഫയൽ വിട്ടിരിപ്പണം, ഞാൻ ഒപ്പിടാം, പക്ഷേ ഇയാൾ ആദ്യം ഇരിക്കുക. അല്ല സാറേ ഒപ്പിടാം, ഞാൻ ഇരിക്കുന്നില്ല. ഞാൻ ഇല്ല ഇരിക്കുക, ഇരുന്നാലേ ഞാൻ ഒപ്പിടത്തുള്ളൂ. അപ്പോൾ ഇയാൾ ഇരുന്ന് ഞാനത് ഒപ്പിട്ട് കൊടുത്തു. വയ്ക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എണീറ്റിട്ട് എൻ്റെ സൈഡിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫീസറുടെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്നത്. ഞാൻ ശാന്ത്, സാധാരണ ആരും ഇരിക്കാൻ പറയാറില്ല, നമ്മളെ കേട്ടാറേ ഇല്ല. അവിടെ ചെന്ന് എത്തി നോക്കുമ്പോഴേ ഫയൽ ഒപ്പിട്ട് പിയുണ്ടെങ്കിലും കൊടുത്തേക്കും.